മാധ്യമങ്ങളിലെ കുറച്ച് പേർ ക്യാമറയും കൊണ്ട് ചുറ്റും കൂടുന്ന സമയത്ത് അഭിപ്രായം പറയുന്നതിനെക്കാട്ടി എനിക്ക് സന്തോഷം എൻ്റേതായ കംഫർട്ട് സോണിൽ നമ്മുടെ സ്വന്തം ചാനലിൽ പറയുന്നതാണ്. അങ്ങനെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് എന്നെ എടുത്തു വെച്ചിട്ട് അനുമോളുടെ PR ആയി. രോഹന് തന്നെ അറിയാം, അനുമോളെ ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പഴയൊരു ഇൻ്റർവ്യൂവിൽ ഇരുന്നിട്ട് ആര്യൻ്റെയും ജിസേലിൻ്റെയും വിഷയത്തിൽ എതിർത്ത് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ അതേ എന്നെ ഇവർ അനുമോളുടെ ആളാക്കി മാറ്റി. ഇപ്പം ജിൻഡോ മണ്ടന എന്ന് എല്ലാവരും വിളിച്ചിട്ട് ജിൻഡോയുടെ കയ്യിൽ 50 ലക്ഷം ഇരിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്നവരല്ലേ മണ്ടർ. കോമണർ എന്ന് പറയുന്ന പദത്തിനോട് 100% നീതി പുലർത്തിയേക്കുന്ന ഒരേ ഒരു കണ്ടസ്റ്റൻ്റ് ഉള്ളത് എൻ്റെ സീസണിൽ വന്ന ഗോപികയാണ്. പ്യുവർ കോമണർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഗോപിയെ സെലക്ട് ചെയ്തിരുന്നത്. ജെന്യുവിൻ സെലക്ഷൻ. ജോലി രാജിവെച്ചിട്ട് 2 വർഷമായി കാത്തിരിക്കുന്ന ഒരാൾ കൃത്യമായിട്ട് മൈജിയുടെ നറുക്കെടുപ്പിലൂടെ കയറി വന്ന് കോമണറാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ഒന്നുകിലൊരു മഹാത്ഭുതം പോലെ സംഭവിക്കണം. തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ 3000-4000 രൂപയൊക്കെ പെർ വോട്ടിന് കൊടുക്കുമായിരുന്നു. കോമഡി എന്തെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഇന്നും കാശ് മേടിക്കും, എന്നിട്ട് ഇവർക്ക് ഇട്ടുള്ള കൂട്ട് കൊടുക്കും. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വോട്ടിങ്ങിന്റെ ഗ്രാഫ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അത് കേസ് കൊടുക്കാൻ പറ്റും. നമുക്കത് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം വേണമെങ്കിൽ, അതായത് ആ ഗ്രാഫ് കൃത്യമായിട്ട് സാധനം ഫേക്ക് ചെയ്തിട്ട് ആ സാധനത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതായത് നിങ്ങൾക്കറിയാമോ ഏത് സീസണിലാണ് ഗ്രാഫ് കാണിക്കാത്ത സീസൺ? ഒറ്റ സീസണിലേ ഉള്ളൂ ഗ്രാഫ് കാണിക്കാത്തത്, എൻ്റെ സീസൺ. അതെ, സുഖമല്ല. എനിക്ക് ഹൈപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ചാനലിലെ ആൾക്കാർ വേണ്ടെന്ന് പറഞ്ഞതാണ്. അത് എൻ്റെ മോൾഷൈൻ്റെ ആൾക്കാർക്ക് കാണിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ ചാനലിൽ അന്ന് എന്നെ മാനസികമായിട്ട് ഇഷ്ടമല്ലാതെ ഞാൻ വിജയിയാകാൻ ആഗ്രഹമില്ലാതിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അന്നത്തെ ചാനലിൽ പലപ്പോഴും കക്ഷിയാണ്. അവരന്ന് പാക്കപ്പ് പാർട്ടിക്ക് പോലും വന്നിരുന്നില്ല. അത് പണപ്പെട്ടിയിൽ ഭാഗമാവാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല പറഞ്ഞു. പക്ഷെ അത് നെവിൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് അത് മൂവ് ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അവർ രക്ഷിച്ചതാണ്. ആണ് ഞാൻ അതാ പറഞ്ഞത്, ആദിലയും നെവിനും പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാൻ റെഡിയായിട്ടിരിക്കുകയാണ് എന്നൊരു തോന്നൽ ഇവർക്ക് വന്നു കഴിഞ്ഞപ്പോൾ പണപ്പെട്ടി നോർമലി വെച്ചാൽ 100% ഇവരിത് പൊളിക്കും. ഫസ്റ്റ് ഡേ തന്നെ ഇവരിത് എടുത്തുകൊണ്ട് ഓടും. എന്റെ കേരളം, എന്റെ റിട്ടയർമെന്റ്, പാലക്കാട്ടിലെ അനന്ത ലിവിങ്ങിനൊപ്പം. അടുത്തൊരു സീസൺ വരുമ്പോൾ മുമ്പത്തെ സീസണിലെ മത്സരാർത്ഥികൾ അതിനേക്കാൾ ഉപരി അതിൻ്റെ വിന്നറും കൂടി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ സീസണെ കുറിച്ചുള്ള എങ്ങനെയാണ് വിലയിരുത്തൽ, അല്ലെങ്കിൽ മത്സരാർത്ഥികളെ കുറിച്ച് അവരുടെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാൻ കുറേ കൂടി താല്പര്യമുണ്ട് പ്രേക്ഷകർക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരു സീസൺ 5 വിന്നറും, പ്രത്യേകിച്ച് ഏറ്റവും ഡിസർവിംഗ് ആയിട്ടുള്ള വിന്നറിന് എപ്പോഴും പറയുന്നതിൽ ആദ്യം പേരുകളിൽ ഒന്നായിട്ട് മാറുന്ന ഒരു വ്യക്തി വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സീസണെ കുറിച്ച് ചോദിക്കും അല്ലേ. അപ്പോൾ അത് കുറേ കൂടി താല്പര്യമുണ്ട്. പിന്നെ നമുക്ക് നിഷ്പക്ഷമാവാനും പറ്റില്ല അവിടെ. അല്ല, ഞാൻ പറഞ്ഞത് അപ്പോൾ അവിടെ തൊട്ടാണ് എൻ്റെ അഭിപ്രായങ്ങൾ ബിഗ് ബോസിലെ മത്സരാർത്ഥികളുമായി കണക്ട് ചെയ്ത് പുറത്ത് വന്നു തുടങ്ങി. അത് നിങ്ങളുടെ ചാനലിലൂടെയാണ് പുറത്ത് വരുന്നത്. പിന്നീട് അപ്പോഴത്തേക്ക് ചോദ്യങ്ങൾ വരുന്നു, നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾ വരുന്നു. അപ്പം ബിഗ് ബോസിൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ ബാധ്യസ്ഥനാവുന്നു. പിന്നെ പൊതുവേ ഈ പുറത്തിറങ്ങി മാധ്യമങ്ങളിലെ കുറച്ച് പേർ ക്യാമറയും കൊണ്ട് ചുറ്റും കൂടുന്ന സമയത്ത് അഭിപ്രായം പറയുന്നതിനെക്കാട്ടി എനിക്ക് സന്തോഷം എൻ്റേതായ കംഫർട്ട് സോണിൽ നമ്മുടെ സ്വന്തം ചാനലിൽ പറയുന്നതാണ്. അങ്ങനെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് എന്നെ എടുത്തു വെച്ചിട്ട് അനുമോളുടെ PR ആക്കി. ഇതെവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അനുമോൾക്ക് അനുകൂലമാണ് എന്നെനിക്ക് തോന്നിയ ചില വിഷയങ്ങൾ, ആ വിഷയം ആദ്യം ഞാൻ സംസാരിച്ച ലക്ഷ്മിയുടെ കാര്യത്തിൽ. ആദില നൂറ, ഞാൻ രോഹനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വോട്ട് കൊടുത്തിട്ടുള്ള ആളാണ് നൂറ എന്ന്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു മത്സരാർത്ഥിക്ക് വോട്ട് കൊടുക്കുന്നത് നൂറയ്ക്കാണ്. കാരണം നൂറയുടെ ഒരു പർട്ടിക്കുലർ ഗെയിം പോയിന്റിൽ നെവിൻ പുറത്തു പോകുന്നു, പിന്നീട് ബിഗ് ബോസ് നെവിനെ തിരിച്ചു കയറ്റുന്നു. അപ്പോൾ എനിക്ക് തോന്നി നൂറ മികച്ച രീതിയിൽ ഒരു സംഭവം എടുത്ത് ഉപയോഗിച്ചു, അപ്പോൾ ഒരു വോട്ട് കൊടുത്തേക്കാം. ആ വോട്ട് കൊടുത്ത നൂറ, ആദില ഇവരുടെ വിഷയത്തിൽ ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥി അകത്തേക്ക് കയറുന്നു. പ്രത്യേകിച്ച് ഇപ്പം ലക്ഷ്മി എനിക്കൊരു മെസ്സേജ് പോലും അയച്ചിട്ടില്ലെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമയിൽ വർക്ക് ചെയ്തപ്പോഴും മുൻ വിന്നറായ എന്നോട് പോകുന്നു എന്ന് പറഞ്ഞ് പല മത്സരാർത്ഥികളും പോയിട്ടുള്ളപ്പോഴും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പറയുകയൊന്നും ചെയ്തില്ല. എങ്കിൽ പോലും ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ ലക്ഷ്മി അകത്തെടുത്ത ഒരു ആക്ടിനെ പുറത്തുനിന്ന് വന്ന 2 പേർ ചോദ്യം ചെയ്യാൻ വേണ്ടി അകത്തേക്ക് കയറി ചെല്ലുന്നു. ആ 2 പേരുടെ ഉദ്ദേശം ലക്ഷ്മിയെ തകർക്കുക, ആദിലേക്കും നൂറയ്ക്കും പിന്തുണ മേടിച്ചു കൊടുക്കുക എന്നതായിരുന്നു പുറത്തുനിന്ന് കയറിയ 2 പേരുടെ ലക്ഷ്യം. പക്ഷേ ഈ മന്ദബുദ്ധികളായ ഈ 2 എണ്ണവും അകത്ത് കയറിയിട്ട് ലക്ഷ്മിക്ക് അതിഭീകരമായ പിന്തുണ മേടിച്ചു കൊടുക്കുന്നു, ആദിലേക്കും നൂറയ്ക്കും അനാവശ്യമായ ഹേറ്റും സമ്പാദിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒന്ന് പറയണമെന്ന് തോന്നി. എന്താണ് ബിഗ് ബോസിലെ ഗെയിം എന്താണെന്ന് സമൂഹത്തോടും ഇവരോടും ഒന്ന് പറയണമെന്ന് തോന്നി. അത് പറഞ്ഞു തുടങ്ങിയപ്പം ആദ്യം ലക്ഷ്മിയുടെ ആളാക്കി മാറ്റി. പിന്നീട് അനുമോളുമായി ബന്ധപ്പെട്ട് നെവിനുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്ന സമയത്ത് ഞാൻ അത് പറഞ്ഞ സമയത്ത് അനുമോളുടെ PR ആക്കി. അപ്പോൾ അനുമോളും അനീഷും ഷാനവാസും ഈ സീസണിലെ വോട്ടിങ്ങിൽ എപ്പോഴും ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആർമീസ് ഭയങ്കര ആക്റ്റീവാണ്, അവരുടെ ഒരു PR ഗ്രൂപ്പ് ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ അനുമോൾക്ക് വൺസ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച എന്നെ ഇവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. രോഹന് തന്നെ അറിയാം, അനുമോളെ ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പഴയൊരു ഇൻ്റർവ്യൂവിൽ ഇരുന്നിട്ട് ആര്യൻ്റെയും ജിസേലിൻ്റെയും വിഷയത്തിൽ എതിർത്ത് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ അതേ എന്നെ ഇവർ അനുമോളുടെ ആളാക്കി മാറ്റി. പിന്നെന്ന് പറയുന്നത് പിന്നെ നമ്മളിലേക്ക് അത് ചുരുങ്ങുകയാണ്.
അപ്പോൾ ഈ വെറുതെ എവിടെയോ കിടന്ന അഖിൽമാരാരെയും കൂടെ പിടിച്ച് ഈ ഗെയിമിൻ്റെ ഭാഗമാക്കി. ഇപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കയറി ചലഞ്ചറായിട്ട് കയറി രണ്ടുപേരെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തെ മാറ്റി അനുകൂലമാക്കുന്നുണ്ടെന്ന് പറഞ്ഞു, സപ്പോർട്ട് എന്നുള്ളത്. ശരിക്കും അങ്ങനെ സംസാരിച്ചതാണോ വിഷയം, അതോ ഈ ചലഞ്ചറായ കയറിയിട്ടുള്ള വ്യക്തി താങ്കളുടെ സീസണിൽ എപ്പോഴും സ്റ്റിൽ 2 വർഷങ്ങൾക്കും ഇപ്പുറം ചർച്ചകളിലും സംവാദങ്ങളിലും എതിർഭാഗത്ത് നിൽക്കുന്ന വ്യക്തിയായിരുന്നു? ഏതാ ഇതിൽ കുറെ കൂടി ശരി? ഏതായിരിക്കും? അല്ലല്ല, ഞാൻ സമൂഹത്തോടാണ് പറഞ്ഞത്. ഇവർ വലിയ മിടുക്കരാണ് എന്ന് കുറച്ച് പേർ പറയുമ്പോൾ ഇവർ ഏറ്റവും വലിയ മണ്ടരാണ് എന്ന്. അതാണ് ഇവരുടെ എനിക്ക് രോഹനെ എതിർക്കണം, എനിക്ക് രോഹനെ തകർക്കണം, ഇതാണ് എൻ്റെ പ്ലാൻ. എന്നിട്ട് ഞാനൊരു പരിപാടി ചെയ്യുകയാണ്, അതിലൂടെ രോഹൻ വലിയ രീതിയിൽ സക്സസ് ആയി കഴിഞ്ഞാൽ ഞാനെന്ന് പറയുന്നത് മണ്ടനല്ലേ. ഇപ്പം ജിൻഡോ മണ്ടനാന്ന് എല്ലാവരും വിളിച്ചിട്ട് ജിൻഡോയുടെ കയ്യിൽ 50 ലക്ഷം ഇരിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്നവരല്ലേ മണ്ടർ. പുറമേ നിന്ന് നോക്കുന്ന മിടുക്കനോ മണ്ടനോ എന്നുള്ളതല്ല, ലൈഫിൽ അവൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ ആർക്ക് കഴിയുന്നു അവർ മിടുക്കരാണ്. പക്ഷെ നമുക്ക് മണ്ടനായിട്ട് തോന്നാം. അപ്പോൾ ആ മണ്ടത്തിൽ അവൻ്റെ സക്സസ് ആവും. അപ്പം ബിഗ് ബോസിലെ ഗെയിമിൽ തന്നെ ഇവർ കയറി പോകുമ്പോൾ ഇവർ വലിയ ഇപ്പം ഞാൻ പറയുമ്പോൾ ഇപ്പോൾ റിയാസ് വലിയ രീതിയിൽ LGBTQ+ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എന്താ സംഭവിച്ചത്? എന്താ റിയാസിൻ്റെ ഒരു പർട്ടിക്കുലർ പ്രവൃത്തി കൊണ്ട് സംഭവിച്ചത്, അവൻ റെപ്രസെൻ്റ് ചെയ്യുന്ന, അവൻ നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് നെഗറ്റീവ് വരികയും അവരെയും അവരുടെ കമ്മ്യൂണിറ്റിയും ആക്ഷേപിക്കുകയും ആ കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് പൊതുമധ്യത്തിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതാണോ മിടുക്ക്? അത് മിടുക്കല്ല. അപ്പോൾ അത് ഞാൻ പൊതുസമൂഹത്തോട് നമ്മളൊരു വിഷയത്തെ അനലൈസ് ചെയ്ത് പറയുക. പക്ഷേ ആ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ആശയപരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് എവിടെയെങ്കിലും വ്യക്തിപരമായിട്ട് മാറിയോ? ബോധമുള്ള ഒരാൾ മനസ്സിലാക്കണം, ഈ ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെന്ന് തലവെച്ച് കൊടുത്താൽ എല്ലാ കാലത്തും സമൂഹം നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നൊരു അവസ്ഥയുണ്ടാവും. പ്രത്യേകിച്ച് എല്ലാ സീസൺ വരുമ്പോഴും ഇതിങ്ങനെ റിപ്പീറ്റ് വരും. കഴിഞ്ഞ സീസണിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം താരതമ്യങ്ങൾ വരും. അന്ന് അങ്ങനെ ചെയ്തു ഇങ്ങനെ. അപ്പം അന്നേരം നമ്മൾ ഒന്നുകിൽ ജനത്തെ നമ്മൾ മനസ്സിലാക്കണം. അന്നേരം ഇപ്പം ഒരാളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായമാണെന്ന്, നമ്മൾ ആ ചെയ്തു വെച്ചതിൻ്റെ അഭിപ്രായമാണ് പറയുന്നതെന്ന് മനസ്സിലാക്കണം. അവിടെ വ്യക്തിപരമല്ല അഭിപ്രായം. ഞാൻ യഥാർത്ഥത്തിൽ ഇവരെ ആരെയും ആക്ഷേപിച്ചില്ല. അതായിപ്പം അനുമോളെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ അഖിൽമാരാർ അനുമോളെ പ്ലാച്ചി എടുത്ത് കളഞ്ഞ ഷിയാസിനെ എതിർത്താണ് സംസാരിച്ചത്. അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ പോയിട്ട് അനുമോൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഷിയാസ് ഒരുക്കി കൊടുത്തത്? അത് ശരിയല്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ശരി. പ്ലാച്ചി എടുത്ത് അപ്പം പ്ലാച്ചിയുമായി അനുമോൾ അകത്ത് കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ അനുമോൾ ഗെയിമിൽ നിന്ന് പുറകോട്ട് പോകുന്നുവെന്നും അനുമോളുടെ ഗെയിം മറക്കുന്നുവെന്നും നീ ഇങ്ങനെ പോയാൽ തോറ്റുപോകുമെന്നും അനുമോളുടെ അതൊരു ക്ലൂ ആയിരുന്നു. അതെ, അതൊരു ക്ലൂ ആയിരുന്നു, അതൊരു വലിയ ഹിൻ്റായിരുന്നല്ലോ. അപ്പം അത് ഷിയാസിന് ചെയ്യാം. ഷിയാസ് ആ ചെയ്യുന്നത്, ഷിയാസ് എന്ന് പറയുന്ന ഒരു ഗെയിമറുടെ ഒരു ബുദ്ധിപരമായ നീക്കമാണ്. പക്ഷേ ഹൗസിലുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? അതിനെ എതിർക്കണം. കാര്യം അവർ പൊട്ടരാവുകയാണ്. അനുമോൾക്കൊരു ഹിൻഡ് പുറത്തുനിന്ന് ഒരാൾ കൊടുത്താൽ അത് അകത്തൊരാൾ എതിർക്കാൻ പറ്റും. അതാണ് ഞാൻ അന്ന് പറഞ്ഞത്. ഞാൻ ആക്ച്വലി ഷിയാസിനെ അല്ല പരിഹസിച്ചത്. അകത്തുള്ള ആൾക്കാർ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ലെന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അങ്ങനെ പതിയെ ഷോ കണ്ട് ഷോയുടെ വിഷയങ്ങളെ വിലയിരുത്തിക്കൊണ്ടിരുന്ന എന്നെ പിടിച്ച് ഇതിനകത്താക്കി. പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഗെയിമിലേക്ക് ഇറക്കിയാൽ അനുമോൾ ജയിക്കുന്നതെന്നുള്ളതാണോ ഞാൻ ജയിക്കുന്നുള്ളതാണോ എൻ്റെ വിജയമാണ്. അങ്ങനെയാണ് ബിഗ് ബോസിൽ എല്ലാവരും വോട്ട് ചെയ്യുന്നത്. ആരും ആരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇത് ഒരു പോയിന്റ് എത്തുമ്പം നമ്മളിപ്പം ഒരു സമയം എത്തുമ്പോഴത്തേക്ക് നമ്മളൊരാൾക്കും വോട്ട് ചെയ്തു. എക്സ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിക്ക് ഇപ്പോൾ കേരളത്തിലിരുന്ന് ഒരാൾ വോട്ട് ചെയ്തപ്പം വൈ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഈ എക്സിനോട് പറയുകയാണ്, നീ വേറെ പണിയൊന്നുമില്ലടാ, നീ എന്തിനാണ് ഈ അലവലാതിക്കൊക്കെ വോട്ട് ചെയ്യാൻ പോയെന്ന് പറയുന്നത്. അപ്പോൾ വോട്ട് ചെയ്തു എന്ന് പറയുന്നത് ഒരുത്തന് ഇഷ്ടം തോന്നിയത് കൊണ്ടാണല്ലോ. അപ്പോൾ ഇവൻ്റെ ഈഗോയാണ് മറ്റവൻ ഹർട്ട് ചെയ്യുന്നത്. അതെന്താ, എനിക്ക് അയാൾ ഇഷ്ടപ്പെട്ട എന്താ കുഴപ്പം? അയാൾ നല്ല കക്ഷിയാണല്ലോ, മറ്റവൻ കൊള്ളത്തില്ലല്ലോ. അങ്ങനെ ഇവർക്കിടയിൽ ഒരു ക്ലാഷ് സൃഷ്ടിക്കപ്പെടുകയാണ്. കേരളത്തിൽ ഇരിക്കുന്ന ബിഗ് ബോസ് കാണുന്ന 2 പേർക്കിടയിൽ ക്ലാഷ് സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇവരുടെ ഈഗോ അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ടാവുമ്പോൾ 2 പേർക്കും വാശിയായി മാറുകയാണ് അവർ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥി ജയിക്കണമെന്നുള്ളത്. അല്ലാതെ ആ മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് ഇവർ ചത്തുപണിയെടുക്കുന്നുള്ളതിനെക്കാട്ടി ഉപരി അവർ ജയിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത് തന്നെയാണ് ഇപ്പം എൻ്റെ കാര്യത്തിലായാലും. ഇപ്പം വിനു PR ചെയ്യുന്ന വിനുവിന് എന്താ സംഭവിച്ചത്? വിനുവിനെതിരെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ വിനുവിൻ്റെ ബാധ്യതയായിട്ട് മാറുകയാണ്. ഇതെവിടെയാണ് ഈ കോമണർ ആയിട്ട് സെലക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ മൈജിയുടെ ഓഡിഷൻ വഴിയാണ് എടുക്കുന്നത് ലോട്ടറി? ഇതെന്ത് ഇതിൻ്റെ മാനദണ്ഡം? അതായത് ഒരു രീതിയിലും മീഡിയ ആയിട്ടോ മാധ്യമരംഗത്തോ കലാരംഗത്തോ ഒന്നും സജീവമാവാത്ത, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ ആവാത്ത ഒരാൾ എന്നുള്ള രീതിയിലാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ അനീഷിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ആൾ മുമ്പ് ഏഷ്യാനെറ്റിൻ്റെ സെൽമിദാൻസറിൽ വന്നിട്ടുണ്ട്, ഡിസ്ട്രിക്ട് ചാനലിൽ പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ആൾ എഴുത്തുകാരനാണ്, തിരക്കഥ സംഭവങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ആ ഫേസ് ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞോളുന്നില്ല, പക്ഷേ ഈ ട്രാക്കിലുള്ള ഒരാളാണ്. അപ്പോൾ ശരിക്കും ഒരു കോമണറായിട്ട് തിരഞ്ഞെടുക്കുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? യഥാർത്ഥത്തിൽ ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണുകളിൽ കോമണർ എന്ന് പറയുന്ന പദത്തിനോട് 100% നീതി പുലർത്തിയേക്കുന്ന ഒരേ ഒരു കണ്ടസ്റ്റൻ്റ് ഉള്ളത് എൻ്റെ സീസണിൽ വന്ന ഗോപികയാണ്. ഗോപിക പ്യുവർ കോമണർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഗോപികയെ സെലക്ട് ചെയ്തിരുന്നത്. ജെന്യുവിൻ സെലക്ഷൻ. ഓക്കെ. അപ്പോൾ അതിന് ശേഷം വന്ന കഴിഞ്ഞ സീസണിലാണെങ്കിൽ ഇപ്പം നന്ദന വിശ്വസിക്കുന്നില്ല ഒരു ജെന്യുവിൻ സെലക്ഷൻ ആണെന്നുള്ള കാര്യം സീസൺ 7 ഞാൻ വിശ്വസിക്കുന്നില്ല ആ സെലക്ഷൻ ജെന്യുവിൻ ആണെന്നുള്ള കാര്യം. അതിന് കാരണം ഞാൻ ഇപ്പം ഈ പറഞ്ഞ ഓൾറെഡി
ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാമുകളിൽ വന്നിട്ടുള്ള ഇപ്പം യൂട്യൂബിലായാലും അല്ലാതായാലും സജീവമായി നിന്നിട്ടുള്ള സീസണിൽ ഓഡിഷന് പോയിട്ടുള്ള ഓക്കെ ആ എന്ന് ഞാൻ അറിഞ്ഞതാണ്. അപ്പോൾ മുമ്പത്തെ സീസണിൽ ഓഡിഷനിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇപ്രാവശ്യത്തേക്ക് അവർക്ക് അറിയാം ഇയാളെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരാളെ മേ ബി പരിഗണിച്ചതാകാം. അതായത് കോമണർ കാറ്റഗറിയിലൂടെ ഞങ്ങൾ ഇയാളെ സെലക്ട് ചെയ്യാം എന്ന് കരുതി അവർ പരിഗണിച്ചിട്ട് ആ കാറ്റഗറിയിലേക്ക് ഉൾക്കൊള്ളിച്ചതാകാം. ഓക്കെ. അല്ലാതെ എനിക്കത് ഉൾക്കൊള്ളാനേ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം മുൻപ് ഓഡീഷന് പോയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ചാനൽ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാൾക്ക് ജോലി രാജിവെച്ചിട്ട് 2 വർഷമായി കാത്തിരിക്കുന്ന ഒരാൾ കൃത്യമായിട്ട് മൈജിയുടെ നറുക്കെടുപ്പിലൂടെ കയറി വന്ന് കോമണറാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ഒന്നുകിലൊരു മഹാത്ഭുതം പോലെ സംഭവിക്കണം. പക്ഷെ ഒരു തെറ്റുമില്ല, അനീഷ് നല്ല മത്സരാർത്ഥിയാണ്. പക്ഷേ ഈ കോമണറായിട്ട് വേറൊരാളെ എടുക്കാമായിരുന്നു. റിയൽ സാധാരണക്കാരൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്ന് സമൂഹത്തിന് തോന്നിപ്പിക്കുന്ന ഒരാളെ അവർക്ക് പരിഗണിച്ചുകൊണ്ട് അനീഷിന് ഇപ്പം നെവിനെ നമുക്കറിയില്ല. നെവിനെ നമ്മൾ അറിഞ്ഞത് ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ്. അവരുടെ നെവിൻ്റെ പഴയ വീഡിയോസ് പോലും നമ്മൾ ശ്രദ്ധിച്ചു, ഇതാണ് നെവിനെന്ന് നമ്മൾ അറിയുന്നത്. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗെയിമറാണ് നെവിൻ. പക്ഷെ നെവിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ സ്വാർത്ഥത ഇതൊക്കെ പ്രേക്ഷകർക്ക് കണക്ട് ആകാതെ പോയി. അല്ലെങ്കിൽ ബിഗ് ബോസിൽ ഏറ്റവും ബെസ്റ്റ് ഗെയിമർ നെവിനാണ്. ഇതെന്തുകൊണ്ട് ഒരു ബെസ്റ്റ് ഗെയിമർ ആകുമ്പോഴും ഒരു വിന്നറായിട്ട് ഒരു പോയിന്റിലോട്ട് എത്താത്ത എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഈ ബിഗ് ബോസിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്ന ഏതാണ്, നന്നായി സംസാരിച്ചത് കൊണ്ടോ നന്നായി എൻ്റർടൈൻമെൻറ്റ് ചെയ്തത് കൊണ്ടോ കാര്യമില്ല. അവിടെയാണ് ഇമോഷണൽ കണക്ഷൻ ഓഡിയൻസും ഈ മത്സരാർത്ഥിയും തമ്മിൽ ഉണ്ടാവണം. ഇപ്പോൾ റോബിൻ ഒരു സീസണിലും അയാളുടെ ഒരു ടാസ്കിലും നന്നായി പെർഫോം, ഞാൻ ആ സീസൺ കണ്ടിട്ടില്ല, എല്ലാവരും പറഞ്ഞു കേട്ടതായി ഞാൻ പറയുകയാണ്. ഒരു ടാസ്കും പെർഫോം ചെയ്തിട്ടില്ല, ഒരു തവണ പോലും ക്യാപ്റ്റൻ ആയിട്ടില്ല. പക്ഷേ അയാൾക്ക് ആ സീസണിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെ കഴിഞ്ഞു? രജത് കുമാർ 50 വയസ്സുള്ള ആളാണ്. നമ്മൾ ഈ ബിഗ് ബോസിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഓരോ ആൾക്കാരെയും കുറിച്ച് ചിന്തിക്കണം. വളരെ പഴയ ചിന്താഗതിയും കൊണ്ട് ഒരു സമയത്ത് നടക്കുകയും വേറൊരു വേർഷനിൽ നമ്മൾ കണ്ടിട്ടുള്ള നരച്ച താടിയും നരച്ച മുടിയുമായി നടന്ന ഒരു രജത്തേട്ടൻ. അങ്ങനെ ഒരാൾ ബിഗ് ബോസിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തിനാണ് ഇയാളെയൊക്കെ ബിഗ് ബോസിൽ എടുത്തതെന്നായിരിക്കും ഒരു പക്ഷേ പ്രേക്ഷകർ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരാൾ ഇറങ്ങുമ്പം കോവിഡ് സമയത്ത് നിയന്ത്രണങ്ങളെ അതിജീവിച്ച് ഒരു വലിയ വിഭാഗം ജനത അയാളെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിൽ ചെല്ലുകയാണ്. ഇവിടെ വന്നപ്പോൾ പരകായ പ്രവേശമാണ്, അതുവരെ കണ്ട ഒരാളല്ല, വേഷത്തിലും രൂപത്തിലും ഭാവത്തിലും. അതാണ് നമുക്കൊരാളോട് തോന്നുന്ന ഇഷ്ടമാണ്. നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്ക് ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ നമ്മൾ ഇമോഷണലി കണക്ട് ആകുമ്പോഴാണ് ആ സിനിമ നമുക്ക് വിജയിക്കുന്നത്. ഇത് നമ്മളുടെ ഇപ്പം സേതുമാധവൻ്റെ വേദന കാണുന്ന പ്രേക്ഷകൻ്റെ വേദനയായിട്ട് മാറും. അതേപോലെ ഇപ്പം എൻ്റെ അടുത്ത് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുക, ഇപ്പോൾ സ്വാഭാവികമായിട്ട് നന്നായി ഗെയിം ചെയ്യുന്നവരവിടെയുണ്ട്, അവർ വിൻ ചെയ്തിട്ടില്ല, എവിക്ഷൻ അൺഫെയർ എവിക്ഷൻ എന്നൊക്കെ എഴുതി തള്ളുന്നു. നന്നായി സംസാരിക്കുന്നവരവിടെയുണ്ട്, അവരും വിജയിച്ചോളണം എന്നില്ല. ഇതല്ലാതെ ഇപ്പോൾ അവർ കുറേ കൂടി പ്രേക്ഷകരായിട്ട് ഇമോഷണലി കണക്ട് ആവുന്നവർക്ക് സാധ്യത ഉണ്ടെന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വരുന്നതിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ മുമ്പത്തെ ഷോകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അനുമോളിന് കുറേ കൂടി ഓഡിയൻസിന് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇത്തരം 10-11 വർഷങ്ങളായിട്ട് മിനി സ്ക്രീനിലൂടെ ആളുകൾക്ക് സുപരിചയമാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു ഇഷ്ടം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കുറേ കൂടിയും ഗെയിമിന് ഗുണം ചെയ്യില്ല. അപ്പോൾ അവർ ആ ഡേ 1 മുതൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെ ഗെയിം ചെയ്യുന്നു എന്നേക്കാൾ അപ്പുറത്തേക്ക് അവരെ മുൻകാലം കൂടി അതിനെ സഹായിക്കില്ലേ? സഹായിക്കും. അതായത് ഇപ്പോൾ ഷാനവാസ്, അതുപോലെ അനുമോള്, ബിന്നി തുടങ്ങിയ ആൾക്കാരെ ഓൾറെഡി ജനത്തിന് അറിയാം. അപ്പോൾ ഒരു ബേസിക് വോട്ട് ഇവരുടെ ആ അറിയുന്ന കാറ്റഗറിയിൽ നിന്ന് ഇവർ കൊടുക്കും. അതിന് പക്ഷേ അധികം ആയുസൊന്നും ഉണ്ടാകത്തില്ല. അതിന് ബെസ്റ്റ് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ രേണു സുധിയുടെ വോട്ട് താഴെ പോയത്. രേണു സുധിക്ക് ആദ്യത്തെ ആഴ്ചയിൽ 22% വോട്ടുണ്ടായിരുന്നതിൽ നിന്ന് രേണു സുധി അവിടെ ഒരു കണ്ടന്റും കൊടുക്കാതെ ഏതോ ഒരു മൂലയിൽ പോയി ഒതുങ്ങി എന്നെ എങ്ങനെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കണേ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു മത്സരാർത്ഥിക്ക് ഇനി വോട്ട് കൊടുക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ജനത്തിന് തോന്നി. അതുപോലെ തന്നെയാണ് ഷാനവാസിൻ്റെ കാര്യത്തിലും അനുമോളുടെ കാര്യത്തിലും ബിന്നിയുടെ കാര്യത്തിലും ഇവർക്കൊക്കെ തുടക്കത്തിൽ, പ്രത്യേകിച്ച് ഷാനവാസിന് സ്റ്റാർട്ടിങ്ങിൽ വലിയ വോട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രേക്ഷകർ ആഗ്രഹിച്ച രീതിയിൽ ആ വോട്ട്, ആ ഗ്രാഫിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഷാനവാസിൻ്റെ വോട്ട് കുറച്ച് സ്പ്ലിറ്റായി എവിടേക്ക് പോയി, അനീഷിലേക്ക് പോയി. പിന്നെ അനീഷിന് വോട്ട് ചെയ്യുന്ന ആരാണെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ടിപ്പിക്കൽ ഓഡിയൻസ്, രജത് കുമാറിൻ്റെ ഫാൻസ്, ഡോക്ടർ റോബിന് അതായത് രജത് കുമാറിന് വോട്ട് ചെയ്തവർ, റോബിന് വോട്ട് ചെയ്തവർ, സീസൺ 4-5 എനിക്ക് വോട്ട് ചെയ്തതിലൊരു വിഭാഗം, ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തതിലൊരു വിഭാഗം. ഇവരെന്ന് പറയുന്നത് ഇവരാണ് ബിഗ് ബോസിൻ്റെ ഏകദേശത്തെ ഒരു മെയിൻ വോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവരൊരു പോയിന്റ് എത്തുമ്പം ഇവരേതെങ്കിലും ഒരു മത്സരാർത്ഥിയെ അങ്ങ് പിടിക്കും. പിന്നെ അവർക്ക് വേണ്ടിയേ പണിയെടുക്കത്തുള്ളൂ. അവർക്ക് ഇന്നൊരാൾ കൊള്ളാമെന്ന് തോന്നി, കാരണം അവരുടെ മനസ്സിൽ ഇപ്പം കോമണർ എന്ന രീതിയിൽ ഇഷ്ടപ്പെട്ടു. ജിൻഡോയെ ജിൻഡോയെ ആർക്കറിയാമായിരുന്നു പോകുന്നതിന് മുന്നേ. പക്ഷേ കുറേ കൂടി സിനിമകളും അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് കാര്യത്തിലെ നവമാധ്യമങ്ങളിൽ ആക്റ്റീവ് എന്നെ പോലും പല ആൾക്കാർക്കും അറിയില്ലല്ലോ. നമ്മളെ അറിയുന്ന ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. പക്ഷേ
അത് ഹേറ്റേഴ്സ് ആയിരുന്നു. അവരെങ്ങനെങ്കിലും എന്നെ ഫസ്റ്റ് വീക്ക് പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ഇപ്പം ഒരാൾ ടൈറ്റിൽ വിന്നർ ആവുന്നു, ഇവിടെ വോട്ടിംഗ് മാനദണ്ഡം എന്ന് പറയുന്നു, പ്രേക്ഷക പിന്തുണ എന്ന് പറയുന്നു, ചെറിയ വേരിയേഷൻസിലായിരിക്കാം, പക്ഷേ വിന്നറാണ്. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് ആളുകളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ഇതിനൊരു ജെന്യൂനിറ്റി ഇല്ല, ഇതിനൊരു യാഥാർത്ഥ്യം ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, അതുകൊണ്ടല്ലത്. ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ 100 പേര് ആണ് വോട്ട് ചെയ്യുന്നതെന്ന് വെച്ചോളൂ. മൊത്തത്തിൽ 100 പേര് വോട്ട് ചെയ്തു. 40 പേർ ഒരാൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തു, 38 പേർ വേറൊരാൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തു, 10 പേർ വേറൊരാൾക്ക് അനുകൂലം വോട്ട് ചെയ്തു, 12 പേർ വേറൊരാൾക്ക് അനുകൂലം വോട്ട് ചെയ്തു. അങ്ങനെ 4 പേര് മത്സരിച്ചിടത്ത് 40 വോട്ട് കിട്ടിയ ആൾ ജയിച്ചപ്പോൾ 2ാം സ്ഥാനത്ത് വന്ന 38 വോട്ട് കിട്ടിയ ആൾക്ക് വോട്ട് ചെയ്ത ആൾക്കാർക്ക് മാനസികമായിട്ട് ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷെ ആ 2 വോട്ടാണെങ്കിലും അയാൾ അവിടെ ജയിച്ചു. അത് റിയാലിറ്റിയാണ്. ഞാൻ 100-ൽ 40 പേർ വോട്ട് ചെയ്ത ആൾ ജയിക്കുമ്പോൾ 38 പേർ വോട്ട് ചെയ്ത ആളുടെ ധാരണ അയാളായിരുന്നു അർഹൻ, അയാളാണ് ജയിക്കേണ്ടത്. പക്ഷെ അയാൾക്ക് കപ്പ് കിട്ടിയില്ലല്ലോ, അയാൾ വിജയിച്ചില്ലല്ലോ. അപ്പം തഴയപ്പെട്ടവനോട് തോന്നുന്ന സഹതാപം, ഇപ്പം അതാണ് രജത് കുമാറിന് കിട്ടിയൊരു വലിയ. പക്ഷെ വേറെ കാര്യം, ഈ താഴെപ്പെട്ടവരോട് തോന്നുന്ന സഹതാപവും സ്നേഹവും എല്ലാ സീസണിലും സംഭവിച്ചിട്ടുമില്ല. അല്ല, ഇപ്പൊ രജത് കുമാറിനെ റോബിനും പുറത്തായ സമയത്ത് ഇത്രയും ഇഷ്ടം അവർക്ക് കിട്ടാൻ കാരണം പ്രേക്ഷകരുടെ ഇഷ്ടത്തിൽ നിന്ന് വിരുദ്ധമായ ഒരു നിലപാട് ഒരു കോർപ്പറേറ്റ് ചാനൽ തീരുമാനിച്ചതിന്റെ പേരിലാണ് ആ ഇഷ്ടം. അപ്പം അത് യഥാർത്ഥത്തിൽ ഇഷ്ടത്തെക്കാട്ടിയും കൂടുതലും ഇപ്പുറത്ത് തോന്നുന്ന ഒരു ഭയങ്കര വിരോധമുണ്ട്. ഇപ്പൊ എന്റെ കാര്യത്തിൽ ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അനുമോളെ ഇഷ്ടപ്പെടുക അത്ര എളുപ്പമല്ല. കാര്യം എന്നെ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ഗെയിം കണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി കണ്ടോ ഒക്കെയാണ് അവർ ഇഷ്ടപ്പെട്ടത്. അവർ നോക്കുമ്പോൾ ഇതൊന്നും ചെയ്യാതെ ഒരു ഭാഗത്ത് പോയിരുന്ന് കരഞ്ഞ കണ്ണീർ സീരിയൽ നടത്തി എന്നൊക്കെ പറയുന്ന അനുമോൾ ജയിച്ചു, അല്ലെങ്കിൽ അഖിലേട്ട സപ്പോർട്ട് ചെയ്തു. അവിടെയാണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, അനുമോള് ഏതോ ഒരു കാരണം കൊണ്ട് പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തി. ആ കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ആ കാരണത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതല്ല. പക്ഷേ ഈ ഇഷ്ടപ്പെടാത്തവരും പ്രേക്ഷകർ തന്നെയല്ലേ? അതെ അതെ അതെ. പക്ഷെ നമ്മൾ അന്നേരം ഇവർ മനസ്സിലാക്കണം, നമ്മളെക്കാട്ടിയും കൂടുതൽ ആൾക്കാർ അവളെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവൾ ജയിച്ചതെന്നുള്ള യാഥാർത്ഥ്യത്തെ ഇവർ ഉൾക്കൊള്ളണം. ശരിക്കും ആക്ഷേപിച്ച് നടന്നിട്ട് കാര്യം. ഈ വോട്ടിങ്ങിൽ PR-നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ? ആ ചെറിയ വോട്ടിനകത്തൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ 1.5%, 2%-നൊക്കെ പല വീക്കിലും പലരും പുറത്തായിട്ടില്ലേ? അന്നേരം ഒരു 1000 വോട്ട് മറിച്ചു കൊടുത്താൽ മതി. ഇപ്പം അതിനുള്ള ഏജൻസികളുണ്ട്. കാര്യം തമിഴ്, തെലുങ്ക്, ഹിന്ദി, ബിഗ് ബോസ് എല്ലാം നടക്കുന്നത് കൊണ്ട് തന്നെ ഹോട്ട്സ്റ്റാർ, എനിക്ക് തോന്നുന്നത് ഹോട്ട്സ്റ്റാർ ഇത് ചെയ്യണം, പ്രീമിയർ എടുക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. അത് വോട്ട് ചെയ്യാൻ ഒരു മൊബൈൽ നമ്പർ വെച്ച് തന്നെ വോട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു. ആ കമ്പനിയിൽ ഒരു 2500 പേരെ ഇത് കണക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടിട്ട് നിങ്ങൾ ഇന്ന സീസണിൽ ഇന്ന വീക്കിൽ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഓരോ വോട്ടിനും നിങ്ങൾക്ക് 50 രൂപ വെച്ച് ഞങ്ങൾ തരാം. അത് പണ്ട് ഇലക്ഷൻ സമയത്ത് ഒരു വോട്ടിനൊരു കുപ്പി സമ്പ്രദായം പോലെ ഇതിനെ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ 3000-4000 രൂപയൊക്കെ പെർ വോട്ടിന് കൊടുക്കുമായിരുന്നു. ഓക്കെ. കോമഡി എന്തെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കാശ് മേടിക്കും, എന്നിട്ട് ഇവർക്ക് ഇഷ്ടമുള്ള കൂട്ട് കൊടുക്കും. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ ബിരിയാണി ആയിരം പോലെ. ഇപ്പൊ നമ്മള് പാർട്ടി ഇവിടെ വന്നിട്ട് നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കുറച്ച് പേര് വന്നിട്ട് പൈസ തരാം വോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വോട്ട് ചെയ്യുന്നവരാണോ നമ്മൾ? എനിക്ക് മലയാളികളെ കുറിച്ച് ഒരു രീതിയിലും ചെയ്തില്ല. 3 പേരെയൊന്നും കാശ് മേടിക്കും വേണമെങ്കിൽ. BJP-കാരനെ മേടിക്കും, കമ്മ്യൂണിസ്റ്റുകാരനെ മേടിക്കും, എല്ലായിടത്തും സൂപ്പർ ഞാൻ ഉറപ്പായിട്ട് വോട്ട് തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് വിടുകയും ചെയ്യും. അവൻ ഇഷ്ടമുള്ളവർക്ക് എന്നിട്ട് വോട്ടും കൊടുക്കും. ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് അറിയാനും പറ്റില്ല. പക്ഷേ അതേസമയത്ത് ജോലിയായിട്ട് കൊണ്ടു കിടക്കുന്ന ചില ടീമുകളുണ്ട്. കാര്യം ഇത് ഈ ഓൺലൈനിലൊക്കെ ഭയങ്കര തട്ടിപ്പ് നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഒരു ദിവസം ഇത്ര രൂപ സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരസ്യങ്ങൾ വന്നിട്ട് ടെലിഗ്രാമിൽ ഒരു സംഭവമൊക്കെ എടുത്തുകൊണ്ട് റോഹൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത്ര ടൈം ഷോർട്ട് പീരീഡ് പരിപാടിയല്ലേ? അത് ഇവർ പറയുന്നത് ഈ നമ്മുടെ ഇപ്പം വലിയ വലിയ ഹോട്ടലുകളുടെയൊക്കെ ഗൂഗിൾ ഇത് അയച്ചു തരും, എന്നിട്ട് നമ്മളത് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ദിവസം ഈ പരിപാടി എന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് കയറി. അപ്പം കയറി സ്റ്റാർ റേറ്റിംഗ് കൊടുത്തു. സ്റ്റാർ റേറ്റിംഗ് കൊടുത്തപ്പോഴത്തേക്ക് 150 രൂപ എൻ്റെ ഗൂഗിൾ പേയിൽ ഒരെണ്ണം കൊടുത്ത് ടെലിഗ്രാമിൽ. ഈ മറ്റേ ഇടക്കാലത്ത് തന്നെ പ്രചാരം ഉണ്ടായിരുന്നുള്ളത് വീട്ടിലെ അമ്മമാർക്ക് ഇനി പൈസ ഉണ്ടാക്കാം എന്നുള്ള സാധനം പറഞ്ഞിട്ടായിരുന്നു പ്രചാരം ഉണ്ടായിരുന്നത്. ഞാൻ പണ്ട് ഭയങ്കര തട്ടിപ്പാണ്, മനുഷ്യൻ പോയി വീടരുത് കേട്ടാ. അപ്പോൾ ഈ സാധനം നമ്മളെ ഇവർക്ക് അമ്മയും നോക്കിയാൽ പറ്റിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഇവരുടെ 1950 രൂപ മേടിച്ച് അവരെ പറ്റിച്ച ആളാണ്. പക്ഷേ രസമെന്ന് വെച്ചാൽ 150 രൂപ അയച്ചു കൊടുക്കുന്നു, അല്ല നമ്മൾ റേറ്റ് ചെയ്യുന്നു 150 രൂപ. അപ്പം ഞാൻ പെട്ടെന്ന് ചിന്തിച്ചേ, ഇതിനകത്ത് ഒരു ജെനുവിനിറ്റി ഉണ്ട്. കാരണം ആ പർട്ടിക്കുലർ ഹോട്ടൽ അതൊരു സ്റ്റാർ ഹോട്ടലാണ്. ആ ഹോട്ടലുകാർ ചിലപ്പം ഈ ഏജൻസികൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കും ഗൂഗിളിൽ ഞങ്ങളുടെ റിവ്യൂ കൂട്ടാൻ വേണ്ടിയിട്ട്. അന്നേരം അവർ വൈഡ് ഓഡിയൻസിനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു റിവ്യൂ കൊടുക്കുമ്പോൾ നാളെ 150 രൂപ തന്നെങ്കിൽ നാളെ നമുക്ക് അറ്റേ ടൈമിൽ നമ്മൾ 10 സ്റ്റാർ റേറ്റിംഗ് കൊടുത്താൽ നമുക്ക് എന്താ പ്രശ്നം? പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ സംബന്ധിച്ച്. അതെ, ഇപ്പോൾ പൈസ കൊടുത്തിട്ട് 100-150 കൊടുത്തിട്ട് സ്റ്റാർ വാല്യൂ ഇടുന്ന സമയത്ത് ആ ഹോട്ടലിൽ ഉണ്ടാവുന്നത് അവർ ബെസ്റ്റ് ഹോസ്പിറ്റാലിറ്റി ആണ്, മികച്ച ഹോട്ടലാണ്, വരുത്തി തീർക്കലാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെ പൈസ കൊടുത്ത് PR കൊണ്ട് അത്ര മികച്ചതല്ലാത്തൊരു കണ്ടസ്റ്റന്റിനെ മികച്ചതാക്കാൻ പറ്റില്ലേ? അല്ല, അത് ഒരു വീക്കിൽ ഞാൻ പറഞ്ഞ സർവൈവ് ചെയ്യിക്കാൻ പറ്റും, പക്ഷെ ജയിപ്പിക്കാൻ പറ്റത്തില്ല. ജയിപ്പിക്കാൻ പറ്റുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇതേ വോട്ട് തന്നെയല്ലേ അവസാനം കണക്കാക്കുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലല്ല, അങ്ങനല്ലല്ലോ. ഓരോ വീക്കിലും ഓരോ വോട്ടല്ലേ. ഇത് കഴിഞ്ഞ അവസാനം ഇപ്പൊ പ്രത്യേകിച്ച് ഫിനാലെ റൗണ്ടിൽ മറ്റേത് വോട്ടിംഗ് നില കാണിക്കാറുണ്ട്. ഒരു 40-42 എത്തുന്ന സമയത്ത് ലാലേട്ടൻ പറഞ്ഞ് എൻ്റെ അധികാരമാണ് ഞാൻ ചെയ്യാന്നുള്ളത്. ഇന്നിപ്പോൾ അത് കുറേ പോസ്റ്റുകൾ വിവാദപരമായിട്ട് കണ്ടു. അതുവരെ വോട്ട് പക്ഷേ ആ വോട്ടിംഗ് അത് വന്ന് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് സംഭവം 15%ഓളം ഇത് പ്ലസ് വന്നു. ഐ മീൻ 10% കൂടി വന്നു, 15+ വന്നു എന്നുള്ളത് രീതിക്ക്. അപ്പം ശരിക്കും അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ രോഹ. ഇപ്പം നേരിയ വേരിയേഷനിൽ ഒരാളെ ഒരു വീക്കിൽ സർവൈവ് ചെയ്യിപ്പിക്കുന്നതും അവസാന വീക്കിൽ ജയിപ്പിക്കുന്നതും ആനയാടും തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് സർവൈവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞത്, ഞാനും നീയും ഒരു വീക്കെൻഡിൽ നമ്മൾ രണ്ടുപേരും ഏറ്റവും താഴെ തട്ടി നിൽക്കുകയാണ്. എനിക്ക് 10,000 വോട്ടും നിനക്ക് 12,000 വോട്ടുമാണ് ഉള്ളത്. എനിക്കൊരു 3,000 വോട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സർവൈവ് ആവും. അത് വേണമെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒന്നാമത് നിൽക്കുന്നവന് 1.5 ലക്ഷം വോട്ടാണ്. അവൻ്റെ അടുത്ത് 7,000 എനിക്ക് എത്താൻ പറ്റത്തില്ല. അങ്ങനെ ഓരോ വീക്കിലും വേണമെങ്കിൽ എന്നെ നിലനിർത്തിക്കാൻ പറ്റും. ഇവർക്ക് നേരിയ വോട്ടുകളുടെ വേരിയേഷനിൽ കിടക്കുമ്പോൾ നിലനിർത്താൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനത് നമ്മുടെ ഇന്നലത്തെ ഞാൻ കുറച്ച് വോട്ടിങ്ങിൻ്റെ ഗ്രാഫ് ഞാൻ എടുത്ത് വെച്ചായിരുന്നു. ഇപ്പോൾ അതിൽ നോമിനേഷൻ 5 നോക്കാം. അതായത് രേണു സുധി എവിക്റ്റായി പോയ വീക്ക് തന്നെ നമുക്ക് നോക്കാം. 1.2% ആണ് അന്ന് ശൈത്യക്ക് കിട്ടിയേക്കുന്ന വോട്ട്. 1.2%. 1.5% വോട്ടാണ് അപ്പാനി ശരത്തിന് കിട്ടിയേക്കുന്ന വോട്ട്. 1.6% വോട്ടാണ് ഒനിയിലിന് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആ വീക്കിൽ അപ്പാനിയെ നിലനിർത്തണമെങ്കിൽ വെറും 0.2% വോട്ട് ആരെങ്കിലും അഡീഷണൽ കൊടുത്താൽ 1.7 ആയിട്ട് മാറും. അപ്പം ആരെ വിക്റ്റാവും? ഒനിയിൽ വിക്റ്റാവും, അപ്പാനിയകത്ത് സർവൈവ് ചെയ്യും. ഞാൻ അതിലിടയ്ക്ക് ചോദിച്ചോട്ടെ, അതേ സെയിം വീക്കിൽ തന്നെ 2.1 തൊട്ട് 2.2 വോട്ടൊക്കെയാണ് ബാക്കിയുള്ള പല. ആ കൂട്ടത്തിൽ അനുമോൾക്ക് ആ വീക്കിലുള്ളത് 20% വോട്ടാണ്. പക്ഷേ ഈ വോട്ടിങ്ങിൻ്റെ ഗ്രാഫ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ലേ? അത് കേസ് കൊടുക്കാൻ പറ്റും. നമുക്കത് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം വേണമെങ്കിൽ, അതായത് ആ ഗ്രാഫ് കൃത്യമായിട്ട് സാധനം പേക്ക് ചെയ്തിട്ട് ആ സാധനത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതായത് നിങ്ങൾക്കറിയാമോ ഏത് സീസണിലാണ് ഗ്രാഫ് കാണിക്കാത്ത സീസൺ? ഒറ്റ സീസണിലേ ഉള്ളൂ ഗ്രാഫ് കാണിക്കാത്തത്. എൻ്റെ സീസൺ. അതെ, കാര്യം അത്ര ഹ്യൂജ് വേരിയേഷൻ, അത് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലേക്കാണ് അത് പറഞ്ഞത്. അതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. കാരണം അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ക്യൂരിയോസിറ്റി പ്രേക്ഷകർക്കില്ല. കാര്യം ഒരു 80% പിന്നെ താഴോട്ട് പോകുമ്പോഴത്തേക്ക് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് വളരെ നേരിയ വ്യത്യാസം കിടക്കുമ്പോഴത്തേക്ക് ആ ഗ്രാഫിനകത്ത് വലിയ അർത്ഥമില്ല. അന്ന് എത്ര ആയിരുന്നു വ്യത്യാസം എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞ ക്രൂ? അത് 80% എനിക്ക് മാത്രം കിട്ടിയ വോട്ടെന്ന് പറയുന്നത് ഫിനാലയിൽ. അപ്പം ബാക്കിയുള്ള 18 അത് ശരിക്കും വിശ്വാസപൂർവ്വം ആവില്ല എന്നുള്ളതുകൊണ്ടാണ് കൂടിയാണോ കാണിക്കാതിരുന്നത് അന്ന്? വിശ്വാസപൂർവ്വമല്ല, എനിക്ക് ഹൈപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ചാനലിലെ ആൾക്കാർ വേണ്ടെന്ന് പറഞ്ഞതാണ്. അത് എൻ്റെ മോൾ ഷൈൻ്റെ ആൾക്കാർക്ക് കാണിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ ചാനലിൽ അന്ന് എന്നെ മാനസികമായിട്ട് ഇഷ്ടമല്ലാതെ ഞാൻ വിജയിയാകാൻ ആഗ്രഹമില്ലാതിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അന്നത്തെ ചാനലിൽ തലപ്പത്തുന്ന കക്ഷികൾ. അവരന്ന് പാക്കപ്പ് പാർട്ടിക്ക് പോലും വന്നിരുന്നില്ല. അവരന്ന് ഇറങ്ങിപ്പോവാണ് ചെയ്തത് ഞാൻ വിജയിച്ചു. ഈ ശരിക്കും ഇങ്ങനെ വോട്ടിങ് വന്നു, വീക്കെൻഡിൽ വരുന്നു. ഈ മിഡ് വീക്ക് എവിക്ഷനിൽ ശരിക്കും ഇടപെടലുകൾ നടക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു വോട്ടിംഗ് നോക്കാതെ ഒരാളെ മത്സരാർത്ഥിയെ പുറത്താക്കുന്നതിൽ ഞാൻ ഇതിനകത്തൊരു ഇതേ സംഭവം തന്നെ വേറൊരു കാര്യം പറയാം. ഈ വീക്ക് വെച്ചിട്ട് 4th വീക്കിൽ എവിക്ഷൻ നടന്നിരുന്നില്ല ഇല്ല ഈ സീസണിൽ. 4th വീക്കിൽ എവിക്ഷൻ നടന്നിരുന്നെങ്കിൽ പുറത്താകേണ്ടിയിരുന്ന ആൾ ആര്യനായിരുന്നു. 6.1% വോട്ടായിരുന്നു ആ വീക്കിൽ ആര്യന് കിട്ടിയത്. 7.6% വോട്ട് ഒനിയിലിനുണ്ടായിരുന്നു ആ വീക്കിൽ. 2ാം സ്ഥാനത്ത് ഒനിയിലാണ്. അപ്പോൾ ആ വീക്കിൽ, അതായത് ആര്യൻ എന്ന് പറയുന്നത് ഒരു നല്ല മത്സരാർത്ഥിയാണ് എന്ന് അണിയറ പ്രവർത്തകർക്ക് തോന്നിയാൽ ആര്യനെ നിലനിർത്തുക എന്നൊരു പ്ലാൻ ചിലപ്പോൾ അവർക്ക് എടുക്കും. കാരണം ചിലപ്പോൾ അയാൾ കയറി വന്നു, അയാൾ മികച്ച രീതിയിൽ പോയി. അവസാനം എവിക്റ്റ് ആയപ്പോഴത്തേക്ക് 84 എവിക്റ്റ് ആയ സമയത്ത് പലരും പറഞ്ഞു അൺഫെയർ എവിക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ എന്നോട് ആരോ ചോദിച്ചപ്പോൾ ഞാൻ ആ ഓൺലൈൻകാരോട് പറഞ്ഞു, നേരത്തെ എവിക്റ്റായി പോകേണ്ടിയിരുന്ന ഒരാളാണെന്നാണല്ലോ ഓഡിയൻസ് പറഞ്ഞിരുന്നതെന്ന് ഞാൻ ആരോടോ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് പേര് വിഷമം പങ്കുവെച്ചു. അത് അങ്ങനല്ല, ആര്യൻ നന്നായി കളിച്ചു എന്ന് പറഞ്ഞു. ആര്യൻ 4ാമത്തെ ആഴ്ചയിൽ എവിക്ഷൻ നടന്നിരുന്നെങ്കിൽ പുറത്തു പോകേണ്ട ആളായിരുന്നു. അതാണ് ഷോയുടെ അണിയറ പ്രവർത്തകർക്ക് ചെയ്യാൻ പറ്റുന്ന, മത്സരാർത്ഥിയോട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം എന്ന് പറയുന്നത്. ഈ തീരുമാനങ്ങളിൽ എടുത്തു ചോദിക്കാൻ ഒരു കാര്യം, ആദ്യമായിട്ട് ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്ത ഒരാൾ
ഫൈനൽ 5-ലില്ല. അതെനിക്ക് അൺഫെയർ ആയിട്ട് ഫീൽ. കാരണം അന്ന് തന്നെ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫിസിക്കലായിട്ടുള്ള കുറേ ടാസ്കുകൾ പരിപാടികളുണ്ട്, പുരുഷാധിപത്യം ഉണ്ട്, 3 പേര് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ ആൾക്ക് ലിഗ്മെൻറ്റ് വിഷയം എന്തുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് നൂറയ്ക്ക്. അപ്പോൾ എന്നിട്ട് വരെ നിന്ന് ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് വിൻ ചെയ്ത് ആദ്യ ധാരണയിൽ ടിക്കറ്റ് ടു ഫിനാലെ എന്നുള്ള ഫൈനൽ 5 എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു, 100 ഉൾപ്പെടെ എല്ലാവർക്കും ഉണ്ടായിരുന്ന സംഭവം. അവർ ഫിനാലെ വീക്ക് എന്നുള്ളൊരു ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല സംഭവം. അപ്പോൾ ഇതൊരു അത് ഒരു ടാസ്ക് തന്നെ, അല്ലെങ്കിൽ തന്നെ ഫിനാലെ വീക്ക് എന്നൊരു ടാസ്ക് എന്തിനു ഒരു വെക്കണം? ഒരു ഇപ്പം നമ്മൾ നോർമൽ ക്യാപ്റ്റൻസി ടാസ്ക് എന്തിനാണ് ചെയ്യുന്നത്? ഒരു വീക്കിലേക്ക് ഒരാൾക്ക് നോമിനേഷൻ ഫ്രീ ആവുക, ഇതാണല്ലോ 1 മുതൽ 13 വരെയുള്ള വീക്കുകളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. പിന്നെ ടിക്കറ്റ് ടു ഫിനാലെ, എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഫിനാലയിലേക്ക് ഒരു ടിക്കറ്റ്. അതെ, ഇതാണല്ലോ ടിക്കറ്റ് ടു ഫിനാലെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണല്ലോ ആ ടാസ്ക് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ടിക്കറ്റ് ടു ഫിനാലെ എന്നൊരു ടാസ്ക് വെച്ച് ഒരു ടാസ്ക് അല്ല 10ഓളം ടാസ്കുകൾ വെച്ച് അതികഠിനമായ രീതിയിൽ, അതായത് പലവിധ കഴിവ് നമുക്ക് വേണം. നമുക്കതിനകത്ത് മെൻ്റൽ എബിലിറ്റി വേണം, നമുക്ക് ഈ സർവൈവ് ചെയ്ത് ഒരുപാട് സമയം പിടിച്ചു നിൽക്കാനുള്ള ക്ഷമ വേണം, സ്കില്ല് വേണം, വിൽ പവർ വേണം, ഇതെല്ലാം കല വേണം, കായിക വേണം, എല്ലാം ഇഷ്ടപ്പായിട്ട് വരുന്നൊരു പരിപാടിയാണ്. അങ്ങനെ ഒരു ടാസ്കിൽ ഒരു പെൺകുട്ടി അവിടെ കായികപരമായിട്ടും ഫിസിക്കലിയും അവളെക്കാട്ടി മികച്ച ആൾക്കാരെടുത്ത് പൊരുതി ജയിക്കുമ്പോൾ അവളോട് നീതി പുലർത്താമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അത് അൺഫെയർ ആയിട്ട് തന്നെയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ശരിക്കും നെവിൻ തിരിച്ചു വന്നു. നെവിൻ അതൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു സംഭവം, എൻ്റർടൈനറാണ്, ഒരു ഫൺ പരിപാടി കൊണ്ടുവരുന്നുണ്ട്, സ്ഥിരം പിടിക്കാത്തൊരു ശൈലിയിൽ മാറ്റി കുറച്ചുകൂടി യൂണീക്കാണെന്ന് പറഞ്ഞൊരു സാധനം. ശരിക്കും അത് നെവിന് പകരം വേറെ ആളാണ് പുറത്ത് പോയത്, തിരിച്ചു കയറ്റുമായിരുന്നു? കേട്ടില്ല. നെവിൻ്റെ ക്യാരക്ടർ ഇവർക്ക് മനസ്സിലായപ്പോൾ നെവിന് ശൂന്യതയിൽ നിന്ന് ചില കണ്ടന്റുകൾ കൊടുത്തേക്കാം. നെവിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് തന്നെ അറിഞ്ഞോ അറിയാതെ നെവിനിൽ നിന്ന് കണ്ടന്റുകൾ കിട്ടും. അപ്പം നെവിനെ എവിക്റ്റ് ചെയ്യുന്നത് നല്ലതല്ല. ആര്യൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഹീറോ മെറ്റീരിയലായിട്ട് അവർ പ്ലേസ് ചെയ്തേക്കുകയാണ്. അപ്പോൾ ആര്യൻ ജിസയിലൂടെ കുറേ കണ്ടന്റുകൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഉടനെ ആര്യനെ എടുത്ത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ അവർക്ക് അവിടെ വേറൊരു ക്യാരക്ടർ ഇല്ല. അപ്പോൾ അവർ ആര്യനെ അവിടെ നിർത്തുകയാണ്. അതുപോലെ ഫിനാലയിലും മേ ബി ഞാൻ പറഞ്ഞത് ഇതേ താല്പര്യം അവർക്ക് ഫിനാലയിലും ചിന്തിച്ചാൽ ടിക്കറ്റ് ഫിനാലെ ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടിയിട്ട് അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓരോ ടാസ്കുകൾ കൊണ്ടുവരുമ്പോഴും ആ ടാസ്കിൽ വിജയിക്കാൻ സാധ്യതയുള്ള ആരാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ടാസ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം. ശരിക്കും ഇത് തന്നെയാണോ നെവിൻ്റെ കാര്യത്തിൽ പണപ്പെട്ടിയിൽ വന്നത്? അത് പണപ്പെട്ടിയിൽ ഭാഗമാകാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല പറഞ്ഞു. പക്ഷെ അത് നെവിൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് അത് മൂവ് ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അവർ രക്ഷിച്ചതാണ്. ആണ് ഞാൻ അതാ പറഞ്ഞത്, ആദിലയും നെവിനും പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാൻ റെഡിയായിട്ടിരിക്കുകയാണ് എന്നൊരു തോന്നൽ ഇവർക്ക് വന്നു കഴിഞ്ഞപ്പോൾ പണപ്പെട്ടി നോർമലി വെച്ചാൽ 100% ഇവരിത് പൊളിക്കും. ഫസ്റ്റ് ഡേ തന്നെ ഇവരിത് എടുത്തുകൊണ്ട് ഓടും. കഴിഞ്ഞ സീസണിൽ സായി ഇത് ചെയ്തോടുകൂടി ആ ടാസ്കേ പൊളിഞ്ഞു പോയി. കാരണം പിന്നീട് ഒന്നും ഇല്ലാതെ, പിന്നെ ആ വീക്കിൽ കണ്ടന്റ് ഇല്ലാതായിപ്പോയി. ഇത്തവണ അത് സംഭവിക്കാതിരിക്കാനും കാരണം 2 പേരും എടുക്കണമെന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പം നെവിന് ആക്ച്വലി പുറത്ത് പ്രേക്ഷകരുടെ എത്രത്തോളം പിന്തുണയുണ്ടെന്നോ ടോപ്പ് 5-ൽ എത്തുമെന്നോ ഒന്നും നെവിൻ ആ സമയത്ത് ഉള്ളിൽ ഇരുന്ന് ചിന്തിക്കുന്നില്ല. അതിൽ ചിന്തിക്കുന്നത് പണപ്പെട്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ അവളുടെ വോട്ട് കൂടി നൂറയ്ക്ക് കിട്ടും. അല്ല, എനിക്കൊന്ന് ആ ചർച്ചയിൽ കുറേ കൂടിയും ഇതായിരുന്നു. അതായത് 2 പേരുണ്ട്, 2 പേർക്ക് കിട്ടിയാലും ഒരാൾ കിട്ടുന്നതിന് തുല്യമാണ്. അതായത് ഒരു വീട്ടിലോട്ട് എത്താനുള്ളതാണ്. അപ്പോൾ ഒരാൾ പണപ്പെട്ടി എടുക്കാൻ പോകുന്ന ചർച്ചകൾ നടക്കുന്നു, ഒരാൾ കുറേ കൂടി ജനപിന്തുണയുണ്ട്, അത് ടിക്കറ്റ് ഫിനാലിലോട്ട് പോകുന്നു. അപ്പോൾ ഒരു വിന്നർ ആവാൻ വരെ സാധ്യതയുള്ള ലിസ്റ്റുകളിലൊന്നും ആളായിരുന്നു. അപ്പോൾ ശരിക്കും ഈ ചർച്ച ആണോ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്? അതല്ലെങ്കിൽ ആയിരിക്കാനാണ് സാധ്യത. എപ്പോഴും മത്സരാർത്ഥികൾ അകത്ത് പ്ലാൻ ചെയ്യുന്നതിന് നമ്മളെപ്പോഴും ഗെയിം കളിക്കുന്നത് പ്രേക്ഷകരോടും ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരോടുമാണ്. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. നമ്മൾ അവരെന്ത് ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ പെരുമാറാൻ. അവർ ചിന്തിക്കുന്നതിനപ്പുറം കടന്ന് നമുക്ക് അകത്ത് ചിന്തിക്കാൻ കഴിയും. അവരെന്ത് ടാസ്ക് തന്നെ തരണം, നമുക്കിപ്പോൾ ഒരു ടാസ്ക് ജയിക്കാൻ കഴിയുമെങ്കിൽ ബുദ്ധിപരമായിട്ട് അത് അവിടെ നിന്ന് വിളിച്ചു പോകാതിരിക്കുക. വിളിച്ചു പോയി ഇവർ ടാസ്ക് മാറ്റിക്കളയും. ഈ ശോഭ എനിക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്ത ആ വീക്ക് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു ശോഭ ആരോപണത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ മേ ബി എന്നെ പറഞ്ഞു വിട്ടേക്കാം. ഞാൻ ഒറ്റ സ്റ്റാൻഡ് എടുത്തു, പോവുകയാണ്. ആ സ്റ്റാൻഡ് ഞാൻ എടുക്കുന്നത് ബിഗ് ബോസിനെതിരെ ഒരു സ്റ്റാൻഡ് എടുക്കുകയാണ്. കാരണം എനിക്കറിയാം എന്നെ പുറത്താക്കിയാൽ പ്രേക്ഷകർ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യും. കാരണം ഞാനൊരിക്കലും സ്ത്രീ സമൂഹത്തെ ഒന്നും ആക്ഷേപിച്ചൊന്നും സംസാരിച്ചില്ല, വ്യക്തിപരമായിട്ട് സംസാരിച്ചതാണ്. അപ്പം ഇല്ലാത്തൊരു കാരണത്തിൻ്റെ പേരിൽ എന്നെ പുറത്താക്കിയാൽ എനിക്ക് വേണ്ട ജനപിന്തുണ പുറത്ത് കിട്ടും. പിന്നെ ഞാനിവിടെ നിലനിൽക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ചിലപ്പോൾ ഇവർ എന്നെ പുറത്താക്കും. പോന്നാൽ പോകട്ടും, പോടാ. അതായത് അങ്ങനെ പുറത്താണെങ്കിൽ അടുത്തൊരു രജിത് കുമാർ റോബിൻ ട്രാക്കിൽ എന്നെ തന്നെ വരും. കാര്യം ഇത് എനിക്ക് 70-70 ദിവസം അത് സംഭവിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പബ്ലിക്കായിട്ടൊന്ന് ഷീചേട്ടനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഷീചേട്ടനോട് ഇത് സംസാരിക്കുന്ന യഥാർത്ഥത്തിൽ അവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പോകാൻ റെഡിയാണ്. അപ്പോൾ എന്നോട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പം ലാലേട്ടൻ ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് സമചിത്തതയോടുകൂടി അതിനുള്ള കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ലാലേട്ടനല്ല ഇനി ആരെൻ്റെ അടുത്ത് സംസാരിച്ചാൽ എൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചെന്തെങ്കിലും പറയും, ഞാൻ ഇറങ്ങി പോകാൻ നിൽക്കും. ഇതാണ് ഷീചേട്ടനോട് ഞാൻ പറയുന്നത്. സത്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരിക്കാം, പക്ഷേ അതെൻ്റെ ഒരു പ്ലാനാണ്.
കാരണം ഇത് പബ്ലിക്കായിട്ട് വന്ന് എന്നെ അഡ്രസ്സ്, അതായത് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് എൻ്റെ ഒപ്പമുള്ള സഹ മത്സരാർത്ഥികളുടെ മുന്നിൽ വെച്ച് ലാലേട്ടൻ ഇത് പരസ്യമായി ചോദിച്ചാൽ ലാലേട്ടൻ എന്നെ പറഞ്ഞു വിട്ടേക്കൂ, എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് തന്നെ ഞാൻ എണീച്ചെന്ന് പറയും. കാരണം എനിക്ക് എൻ്റെ പേഴ്സണാലിറ്റിയാണ്, എൻ്റെ വ്യക്തിത്വമാണ് എനിക്ക് വലുത്. ഇത് ഞാൻ ഷിജി ചേട്ടനോട് സംസാരിച്ചു. ഇത് പുറത്ത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സാധനം അവരിൽ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഇത് ലാലേട്ടൻ്റെ എപ്പിസോഡ് ആയതുകൊണ്ട് ഇത് പുറത്ത് വരാനും സാധ്യതയില്ല. കാര്യം അന്ന് ലൈവ് ഇല്ലല്ലോ. അപ്പോൾ ഷിജി ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്, ഞാൻ പോയാൽ നിങ്ങൾ ജയിക്കാൻ റെഡിയായിട്ടിരുന്നോളാൻ, ഇങ്ങനെയൊക്കെയാണ് അന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്, അതായത് ഞാൻ രണ്ടും കൽപ്പിച്ച് നിൽക്കുക. മറ്റുള്ള രജത് കുമാറും റോബിനും ഇറങ്ങിപ്പോയതുപോലെ തന്നെ ഒരു ഹീറോ പരിവേഷത്തിൽ ഇറങ്ങിപ്പോകാൻ ഞാൻ റെഡിയായി കഴിഞ്ഞു. പക്ഷെ ഉള്ളിൽ മറ്റേ സാധനമുണ്ട്, ഇവരെങ്ങനെ പറഞ്ഞു വിടും, അതുണ്ട്, അത് വേറൊരു ഭാഗത്ത് അതുണ്ട്. പക്ഷെ അത് നമ്മൾ പുറമേ കാണിക്കാതെ അവരെ കൊണ്ട് അവിടെ റീതിങ്ക് ചെയ്യിപ്പിക്കുകയാണ്. അന്നത്തെ എപ്പിസോഡ് ഷൂട്ടിങ്ങിന് ഒരുപാട് സമയം എടുത്തു. അത് ഭയങ്കര വൈകി ലാസ്റ്റ് എന്നെയും ശോഭയും കൂടെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. അപ്പം പബ്ലിക്കായിട്ട് ചർച്ച നടത്താതെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചൊരു ചർച്ച നടത്തി. ഞാൻ എന്ത് തെറ്റ് ചെയ്തോ അതേ തെറ്റ് ശോഭയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ശോഭയെടുത്ത് ലാലേട്ടൻ പറയുന്നു. അവിടെ ശോഭ സ്റ്റക്കായി. എൻ്റെ കേരളം എൻ്റെ റിട്ടയർമെന്റ് പാലക്കാട്ടിലെ അനന്ത ലിവിങ്ങിനൊപ്പം.